പലരും ചോദിക്കും, ഈ പാപം ചെയ്യാതെ എങ്ങനെ ജീവിക്കാം, തെറ്റ് ചെയ്യാതെ എങ്ങനെ ജീവിക്കാം? ഒരു സത്യം അറിയാമോ? തെറ്റ് ചെയ്യാതെയും പാപം ചെയ്യാതെയും ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അതിനൊരൊറ്റ കാര്യം ചെയ്യാനേ നമുക്ക് കഴിയൂ. നാം വീണ്ടും ജനിക്കണം. യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് നാം വീണ്ടും ജനിക്കുമ്പോൾ പുതിയ സൃഷ്ടികളായി. അവിടെ യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും തന്നെ പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിക്കണം, വീണ്ടും ജനിക്കണം, പുതുതായി ജനിക്കണം. എഫേസ്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു, നാം സൽപ്രവർത്തികൾക്കായി പുതുതായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നല്ല പ്രവർത്തികൾക്ക് വേണ്ടിയാണ് വീണ്ടും ജനിച്ചത്. അതിൻ്റെ അർത്ഥം തെറ്റായ പ്രവർത്തികൾ നമ്മളിൽ നിന്ന് അതോടെ അപ്രത്യക്ഷമാകുകയാണ്. പുതിയ സൃഷ്ടി. ഓരോ വ്യക്തികളുടെ ജന്മം പോലെയാണ് അതിൻ്റെ സ്വഭാവ പ്രകൃതം. സിംഹം, പുലി, ഓരോ ജീവികളെ ശ്രദ്ധിച്ചോ? പറക്കുന്ന പറവ, അതിൻ്റെ ജന്മം എന്തിനാണ്? പറക്കാനാണെങ്കിൽ പറന്നിരിക്കും. മൃഗമാണോ? കാട്ടിൽ വളർന്നിരിക്കും, അല്ലെങ്കിൽ ആ മൃഗത്തിൻ്റെ സ്വഭാവം കാണിക്കും. മനുഷ്യനാണോ? മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കും. എന്നാൽ ദൈവ മക്കളായി തീരുമ്പോൾ ദൈവിക സ്വഭാവങ്ങൾ വെളിപ്പെടും. അവൻ്റെ വിത്ത് നമ്മിൽ വസിക്കുന്നു. ആ വിത്ത് വളർന്ന് ആ വിത്തിൻ്റെ ഗുണം അതിൽ കാണും. വിത്ത് ഗുണം 10 ഗുണം എന്നൊക്കെയുള്ള ചൊല്ലുപോലെ അവൻ്റെ വിത്ത് നമ്മിൽ വസിക്കുന്നു. ആ വിത്ത് വളർന്ന് ആ വചനം നമ്മിൽ ക്രിയ ചെയ്യും. കെടാത്ത ബീജം, കെടുന്നതല്ല. നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുകയും ഒരു പുതിയ മനുഷ്യൻ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ കഴിയില്ല. ഇതെങ്ങനെ അറിയാം? വിശ്വാസത്താൽ അറിയാം. ഞാൻ പുതിയ സൃഷ്ടിയാണ്. വേദപുസ്തകത്തിലൂടെ മാത്രമേ ഈ വെളിപ്പാട് നമ്മിൽ നിലനിൽക്കും. അതുകൊണ്ട് വേദപുസ്തകം വായിച്ച് അത് വിശ്വസിക്കുക. ഞാൻ പുതിയതാണ്, നല്ല പ്രവർത്തികൾക്ക് വേണ്ടി വീണ്ടും ജനിച്ച വ്യക്തിയാണ്. എനിക്ക് തിന്മ ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ എന്നെ അതിൽ കീഴ്പ്പെടുത്തുക. ഞാൻ എന്നെ തന്നെ അതിനായി പഠിപ്പിച്ചെടുക്കുക. എന്നെ അടിമയാക്കുക. അതായത് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞില്ല. നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യും, മറ്റൊരാളല്ല. ആർക്കും നമ്മെ ഒത്തിരി ഉപദേശിച്ച് നടത്താൻ കഴിയില്ല. പരിശുദ്ധാത്മാവിൽ നാം തന്നെ വിധേയപ്പെട്ട് ഈ ഉപദേശത്തിന് കീഴ്പ്പെടുക. അങ്ങനെ നമുക്ക് തിന്മ ചെയ്യാതെ നന്മയാൽ തിന്മയെ ജയിക്കാൻ കഴിയും. വേദപുസ്തക വായനയാണ് കൂടുതൽ നമ്മെ ശക്തീകരിക്കുന്നത്. ഈ ദിവസങ്ങൾ ബൈബിൾ ഒത്തിരി വായിക്കുന്നവരുണ്ടല്ലോ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കും. I stand in awe of you. I stand in awe of you. Holy God, to whom all praise is due. I stand in awe of you. I stand in awe of you. I stand in awe of you. Holy God, to whom all praise is due. I stand in awe of you. You are beautiful beyond description, too marvelous for words, too wonderful for comprehension.
like nothing ever seen or heard. Who can grasp your infinite wisdom? Who can fathom the depths of your love? You are beautiful beyond description, majesty in all. I stand in awe of you. I stand in awe of you. Holy God, to whom all praise is due. I stand in awe of you. You're beautiful. You are beautiful beyond description. Too marvelous for words, too wonderful for comprehension, like nothing ever seen or heard. Who can grasp your infinite wisdom? Who can fathom the depths of your love? You are beautiful beyond description, majesty enthroned above. I stand in awe of you. I stand in awe of you. Holy God, to whom all praise is due. I stand in awe of you. Holy God, to whom all praise is due. I stand in awe of you. യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാളിൻ്റെ പകുതിയായപ്പോൾ ദേവാലയത്തിൽ വന്ന് ഉപദേശിക്കുന്ന യേശു കർത്താവിന് എതിരെ യഹൂദന്മാർ ഓരോ വാദപ്രതിവാദങ്ങൾ നടത്തുന്നതാണ് കാണുന്നത്. യഹൂദന്മാർ ഇവനെ കൊല്ലാൻ നോക്കിയാണ്. എന്നാൽ ആർക്കും യേശുവിനെ കൊല്ലാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ശരിയായ സമയത്തൂടെ സഞ്ചരിക്കുന്നവരെ കൊല്ലാൻ ആർക്കും കഴിയില്ല. ദൈവത്തിൻ്റെ വഴിയിൽ മാത്രം നടക്കുന്ന വ്യക്തിയെ കൊല്ലാൻ ആർക്കും കഴിയില്ല എന്ന് യേശുവിൻ്റെ ഈ ഭാഗത്തെ ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നു. ഇപ്പോൾ അവർക്ക് ഒന്ന് യേശുവിനെ അവർ വിമർശിക്കുന്നു, അടുത്തത് യേശുവിനെ അവർ ആക്ഷേപിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്. 19 വാക്യം മുതൽ വായിക്കുമ്പോൾ, മോശ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ? എങ്കിലും നിങ്ങളിൽ ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല. നിങ്ങളെന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത്? അതിന് പുരുഷാരം, നിനക്കൊരു ഭൂതമുണ്ട്, ആർ നിന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവർ യേശുവിനെ കൊല്ലാൻ അന്വേഷിക്കുന്നത് യേശുവിനെ അറിയാം. യേശു എന്നിട്ട് അവരുടെ നടുവിൽ നിന്നിട്ട് പറയും, നിങ്ങൾ എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറയാണ്, നിനക്കൊരു ഭൂതമുണ്ട്, ആരാ നിന്നെ കൊല്ലാൻ അന്വേഷിച്ചത് എന്ന് പറഞ്ഞ് ഇവർക്ക് എന്ത് പറയണമെന്നറിയില്ല. ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്നുള്ളൊരു നാട്ടിലെ ഒരു ചൊല്ലുപോലെ ഇവർക്ക് എന്ത് പറയണമെന്നറിയില്ല. ഉടനെ നിനക്കൊരു പിശാചുണ്ട്. വീട്ടിലൊക്കെ വഴക്കുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭാര്യയും ഭർത്താവും ഏറ്റവും ഒടുവിൽ പറയുന്നതാണ്, ഇത് പിശാചാണ്. വാസ്തവത്തിൽ പിശാചെന്ന പിതാവിൻ്റെ മക്കളായിട്ട് ജീവിക്കുന്ന ഇവരാണ്. പിശാചിൻ്റെ പ്രവൃത്തി കൊല്ലുവാൻ അന്വേഷിക്കുക, അറുക്കുക, മുടിക്കുക, കൊല്ലുക.
പിശാചിൻ്റെ മക്കൾക്ക് അത് ചെയ്യാൻ കഴിയും. ഇവർ ന്യായപ്രമാണത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് ഈ അനീതികളെല്ലാം ചെയ്യുന്നത്. യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു. അവർ പറയും നിനക്ക് ഭൂതമുണ്ട്. യേശുവിനൊരു പേടിയില്ല. ഞാൻ നിങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. യേശുവിനറിയാം സമയം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ നാഴിക വന്നിട്ടില്ലായക കൊണ്ട് ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. ഇതാണ് അതിൻ്റെ കാരണം. യേശുവിൻ്റെ സമയമാകാതെ ആ ഗെത്സമന തോട്ടത്തിലോട്ട് യേശു ചെല്ലും പിടിക്കാൻ വേണ്ടി. അതിന് മുമ്പ് ഒരു വഴിയിലും യേശുവിനെ തൊടാൻ കഴിയില്ല. യേശുവിൻ്റെ ഓരോ ദിവസങ്ങളെ അറിയാം. അതുകൊണ്ടാ നിന്നെ കൊല്ലാൻ ഹേരോദാവ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പോയ കുറുക്കനോട് പറ, ഇന്ന് നാളെയും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി മറ്റേന്നാൾ അല്ലെങ്കിൽ 3-ാം നാളിൽ ഞാൻ സമാപിക്കും. യേശു എവിടെ സമാപിക്കും, യേശു എവിടം വരെ ചെയ്യും, യേശു എന്ത് ചെയ്യും, യേശു എങ്ങോട്ട് പോകും എന്ന് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. വീണ്ടും ജനിച്ചൊരു ദൈവ പൈതൽ ഇതുപോലെ ഓരോ നാളുകളും എണ്ണുവാൻ പഠിക്കണം. 90 സങ്കീർത്തനത്തിൽ മോശ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ നാളുകളെ എണ്ണാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കണം. ഓരോ ദിവസവും ഇങ്ങനെയായിരിക്കും. നമ്മുടെ ഓഗസ്റ്റ് മാസം ഇങ്ങനെയായിരിക്കും, സെപ്റ്റംബർ ഇങ്ങനെയായിരിക്കും, നമ്മുടെ 2025 ഓരോ നാളുകളും നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയുമെന്ന്, നാളുകളെ എണ്ണുവാൻ കഴിയുമെന്ന് ഓരോ ദിവസത്തെയും പ്ലാനുകൾ യേശു കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും പ്രോഗ്രാം യേശുവിന് അറിയാമായിരുന്നു. പേനയും പേപ്പറും എടുത്ത് എഴുതി വെക്കുന്ന പരിപാടിയില്ല, എല്ലാ ആത്മാവിൽ താൻ സ്റ്റോർ ചെയ്യുമായിരുന്നു. അതുപോലെ കാര്യങ്ങൾ നടക്കും. ബാക്കിയുള്ളവരങ്ങനെയല്ലായിരുന്നു. അവർ ഒരു ചുവട് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ് പറയും, ഓ ഇവിടെ എത്തിയല്ലോ. എന്നാൽ യേശുവിന് എല്ലാം വ്യക്തമായി അറിയാമായിരുന്നു. യേശുവിനെ സ്വീകരിച്ചവർ പിൽക്കാലത്ത് സംസാരിച്ചു, ഞാൻ ആരെ സേവിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനദി അവസാനത്തോളം സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ അറിയും. ദൈവിക വെളിപ്പാട് പ്രാപിച്ചവർക്ക് യേശുവിൻ്റെ അതേ മനോഭാവത്തിലേക്ക് വരാൻ പിന്നത്തേതിൽ കഴിയും. അതുകൊണ്ട് കർത്താവിനെ പോലെ ജീവിക്കാൻ നാം പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക, പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുക. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. യേശുവിൻ്റെ ഉപവാസം തോന്നലിൽ നിന്നല്ല, ആത്മാവിലായിരുന്നു. യേശുവിൻ്റെ സഞ്ചാരം ആത്മാവിലായതുകൊണ്ട് യേശുവിൻ്റെ ജീവിതം ഒരു വിജയമായിരുന്നു. ഫിലിപ്പോസിനെ ആത്മാവ് നിർജ്ജന സ്ഥലത്തേക്ക് വിട്ടു. മനുഷ്യരില്ലാത്ത ആ സ്ഥലത്ത് എന്ത് നടക്കാൻ? എന്നാൽ ആ ദേശത്ത്, ആ സഞ്ചരിച്ച മരുഭൂമിയിൽ ഇതാ ഒരു രാജ്യത്തിൻ്റെ മന്ത്രി ആ വഴി പോകുന്നു. അവൻ രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും കാരണമായത് ആത്മാവ് ഫിലിപ്പോസിനെ നയിച്ചതുകൊണ്ടാണ്. ഒരു വലിയ പീഡനം യെരുശലേമിലെ സഭയിൽ വന്നപ്പോൾ ഫിലിപ്പോസ് ശമരിയയിലേക്ക് ഓടിപ്പോയി. അത് ആത്മാവ് അവനെ നയിച്ചതാണ്. ആ പട്ടണത്തിൽ വലിയ സന്തോഷം അത് മുഖാന്തരം ഉണ്ടായെന്ന് അപ്പോസ്തല പ്രവൃത്തി 8:8 കാണും. വലിയ സന്തോഷം. നമ്മെ ആത്മാവ് കൊണ്ടുപോകുന്ന വഴിയിൽ വലിയ സന്തോഷമുണ്ടാകും, വലിയ വിടുതലുകൾ ഉണ്ടാകും. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഓരോ ദിവസങ്ങളും ഏത് ഡയറക്ഷനിലേക്ക് തിരിയണമെന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിക്കട്ടെ. അബ്രഹാമിനെ വിളിച്ചപ്പോൾ എങ്ങോട്ടെന്നില്ലാതെ പുറപ്പെട്ടു. അതായത് ദൈവം പറഞ്ഞു, ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകും. അതിൻ്റെ പേരാണ് ആത്മാവിലുള്ള നടത്തിപ്പ്. വിശ്വാസത്താൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ ചുവട് വെക്കുന്നു. വിളിച്ച ദൈവമാണ്. ഞാൻ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തെത്തും. അബ്രഹാം എത്തിയതെല്ലാം ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തായിരുന്നു. അവൻ കാല് ചവിട്ടിയ ആ പാർത്ത സ്ഥലത്ത് ഒരടി പോലും ഭൂമി അവന് കൊടുത്തില്ലെങ്കിലും പിന്നത്തേതിൽ അവൻ തലപൊക്കി നോക്കിയ മുഴുവൻ സ്ഥലം അവനും അവൻ്റെ മക്കൾക്കും എന്നേക്കുമായി സ്ഥിരാവകാശമായി കൊടുത്തു. അതുകൊണ്ടാണ് ഇസ്രായേൽ അവരുടെ നാടിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അവിടെ അതിനു മുമ്പ് ഇസ്രായേൽ ഒരു രാഷ്ട്രമാകുന്നതിന് മുമ്പ് 1948 മുമ്പ് അവിടെ പാർത്തിരുന്ന പലരെയും അവർ ഓടിച്ചു. പലരുടെയും നാടിനെ അവർ കരസ്ഥമാക്കി. അതിൻ്റെ കാരണം
ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോട് പറഞ്ഞ വാക്കാണ് അവർ പിടിക്കുന്നത്. അതുകൊണ്ട് അവർക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കില്ല. ഞാൻ ഇസ്രായേലിന് സപ്പോർട്ടല്ല, എന്നാൽ ദൈവവചനത്തിന് ഞാൻ സപ്പോർട്ടാണ്. അവർ യേശുവിനെ തള്ളിയവരാണ് യഹൂദന്മാർ, എങ്കിലും അബ്രഹാമിനോടുള്ള വാഗ്ദത്തമുള്ളവരാണ്. അവർ ക്രിസ്ത്യാനികളെ വെറുക്കുന്നവരാണെങ്കിലും അവർ ദൈവത്തിൻ്റെ പ്ലാനിലുള്ളവരാണ്. ദൈവം സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ച് കാട്ടത്തിയുടെ ഒരു കൊമ്പിനെടുത്ത് ബഡ് ചെയ്തു. അതാണ് നമ്മൾ. അപ്പൊ വീണ്ടും ഈ ഒടിച്ചു കളഞ്ഞ കൊമ്പിനെ വീണ്ടും ഒട്ടിക്കാൻ ദൈവം പ്രാപ്തനാണ്, മതിയായവനാണ്. അവരെ തള്ളിയത് ദൈവമാണ്, അവരെ സ്വീകരിക്കാനും ദൈവത്തിന് കഴിയും. അപ്പോൾ ഇസ്രായേൽ രക്ഷിക്കപ്പെടുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അവർ ദൈവത്തെങ്കിലേക്ക് കുത്തിയവങ്കിലേക്ക് നോക്കുമെന്ന്. ആരാണ് കുത്തിയവൻ? യേശുവിനെ അവർ വിലാപ്പുറത്ത് കുത്തിയില്ലേ? ആ യേശുവിലേക്ക് അവർ തിരിഞ്ഞു നോക്കുന്ന, മശിഹായേ എന്നവർ വിളിക്കുന്ന, അവർക്ക് വിളിക്കാതെ നിവർത്തിയില്ലാത്തൊരു സമയം വരും. അപ്പോൾ അവർ വിളിക്കും. ആ സമയത്ത് യേശു 1000 വിശുദ്ധന്മാരോടുകൂടെ വരുമെന്ന് യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞ പ്രവചനം നിവർത്തിയാകും. ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ടായിരിക്കും. അന്ന് നമ്മൾ യേശുവിലൂടെ അബ്രഹാമിൻ്റെ സന്തതികളായ ഇസ്രായേൽ മക്കളുടെ ദേശത്ത് കാലുകുത്തി, അന്ന് ഒലിവുമല 2 പിളരുന്നതും അവിടെ യേശു തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതും അന്തിക്രിസ്തുവിനെ തോൽപ്പിക്കുന്നതും, ഇതൊക്കെ വരാൻ പോകുന്ന വലിയ യുദ്ധങ്ങളുടെ സമാപന സമയങ്ങളാണ്. അപ്പോൾ ജാതിയോട് എതിർക്കുമോ? എതിർക്കും. രാജ്യങ്ങളോട് എതിർക്കുമോ? എതിർക്കും. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകുമോ? ഇതെല്ലാം ഉണ്ടാകും. ഇതെല്ലാം ഒരു ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രം. യേശു പറയാണ്, ഈ യുദ്ധങ്ങളൊന്നും അവസാനമല്ല, ഫിനിഷിങ് ഞാനാണ്. ആരംഭം അവരായിരിക്കും, എന്നാൽ അവസാനിപ്പിക്കുന്നത് ഞാനായിരിക്കും. ഇതെല്ലാം ഇനി സംഭവിക്കേണ്ടതാണ്. അതായത് കർത്താവിന് ടൈമിംഗ് എല്ലാം അറിയാം. അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ? ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വാതുക്കലായി എന്ന് നിങ്ങൾ അറിയാം. അപ്പം നമ്മൾ ടൈമിംഗ് അറിയണം. ആകാശം ചുവന്ന് കണ്ടാൽ ഇങ്ങനെയാണ്, മഴയുണ്ടാകുമെന്നൊക്കെ നിങ്ങൾ വിവേചിക്കുന്നില്ല. ഇതുപോലെ നിങ്ങൾ ഈ സീസണെ വിവേചിക്കാത്ത എന്താണ്? ടൈമിംഗ് മനസ്സിലാക്കണം. രാജ്യത്തോട് എതിർക്കുമ്പോൾ, ഭൂകമ്പവും ക്ഷാമവും വലിയ ഉരുൾപൊട്ടലുകളും വലിയ സുനാമികളും ഒക്കെ ഉണ്ടാകുമ്പോൾ യേശുവിൻ്റെ വരവ് അടുത്തു എന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്തവർ ഏതോ അബോധാവസ്ഥയിലാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു, എന്നാൽ എന്നെ കൊല്ലാൻ പറ്റില്ല. എന്താണ്? എൻ്റെ ടൈം വരാതെ ആർക്കും എൻ്റെ മേൽ കൈവെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് യേശു ആ ധൈര്യത്തിലാണ് യഹൂദന്മാരുടെ നടുവിൽ പോയി ഇരിക്കുന്നത്. അടുത്തത്, ഞാനൊരു പ്രവൃത്തി ചെയ്തു, അതിങ്കൽ നിങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമിച്ചിരിക്കാൻ അത് മോശയുടെ കാലത്തല്ല, പിതാക്കന്മാരുടെ കാലത്ത് തുടങ്ങി. നിങ്ങൾ ശബത്തിൽ മനുഷ്യനെ പരിച്ഛേദന കഴിപ്പിക്കുന്നു. അതായത് ഞാൻ ശബത്തിൽ ഒരാളെ സൗഖ്യമാക്കി അന്ന് തുടങ്ങി നിങ്ങൾ എന്നെ കൊല്ലാൻ നടക്കുകയാണ്. 32 വയസ്സുള്ള ഒരാളെ യേശു എഴുന്നേൽപ്പിച്ച് 38 വർഷമായിട്ട് കുളക്കരയിൽ, ബെഥേസ്ത കുളക്കരയിൽ കിടക്കുന്ന ഒരുത്തനെ സൗഖ്യമാക്കി വിട്ടതാണ്. ഒരുത്തനൊരു ജീവിതം കൊടുത്താണ് യേശുവിനെ കൊല്ലാൻ ഇവന്മാർ നടക്കുന്നത്. ശബത്ത് പ്രമാണിച്ചില്ല. ശബത്തിൽ ഒരാളെ സൗഖ്യമാക്കിയതാണ്, ഒരു നന്മ ചെയ്തതാണ്, യേശുവിനെ കൊല്ലാൻ നടക്കും. യേശുവിന് പേടിയില്ല. കാരണം എൻ്റെ പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല. എന്തൊരു ധൈര്യമാണ്! യേശുവിൻ്റെ നടുവിലാണ്, ദൈവത്തിൻ്റെ ടൈമിങ്ങിലാണ്. നീ ദൈവത്തിൻ്റെ സമയത്താണോ, നിന്നെ തൊടാൻ ഒരു അന്ധകാരത്തിനും കഴിയില്ല. നിന്റെ വീടിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ മൂവിൽ നീ മൂവ് ചെയ്യണം. ദൈവത്തിൻ്റെ സമയത്ത് നീ കാലുകൾ എടുത്തു വെക്കണം. ഒരു ശക്തിക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നിന്റെ വിജയം ഉറപ്പാണ്. ആർക്കും നിന്റെ നേരെ നിന്റെ ജീവകാലത്ത് നിൽക്കാൻ കഴിയില്ല. ഇത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം.
കർത്താവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിക്കുക. നീ ദൈവത്തിൻ്റെ സമയങ്ങളിൽ സഞ്ചരിക്കണം. യേശു പറഞ്ഞു, ശബത്തിൽ ഞാൻ ഒരാളെ സൗഖ്യമാക്കി. അതല്ല നിങ്ങളുടെ വഴക്ക്. ശബത്തിൽ നിങ്ങൾ പരിച്ഛേദന കഴിപ്പിക്കുന്നത് അതൊരു പ്രവൃത്തിയല്ലേ? എന്നാൽ ഒരാളെ സൗഖ്യമാക്കുന്ന അതിനേക്കാൾ വലിയ കാര്യമല്ലേ? അവരുടെ വാക്ക് മുട്ടിപ്പോകുന്ന വാക്കുകൾ പറഞ്ഞ് യേശു അവരെ മിണ്ടാതാക്കി കളഞ്ഞു. അപ്പോൾ അടുത്ത ഭാഗം 25 വാക്യത്തിൽ, യെരുശലേമിൽ ചിലർ, അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ? അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ. അവർ അവനോട് ഒന്നും പറയുന്നില്ല. ഇവൻ ക്രിസ്തുവാകുന്നുവെന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ? കൊല്ലാൻ അന്വേഷിക്കുന്നവന്റെ മുമ്പിൽ നിൽക്കുകയാണ് കർത്താവ്. ആർക്കും അവനെ കൊല്ലാൻ പറ്റുന്നില്ല. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞ് പിശാച് വരും. പിശാച് മനുഷ്യരെ ഇളക്കി വിടും. ഒരുത്തനും നിന്റെ രോമത്തെ തൊടില്ല. ഇത് തന്നെയാണ് പൗലോസ് ഈശാന മൂലം കൊടുങ്കാറ്റിൽ 275 പേരായ കപ്പലിലെ ആൾക്കാരോട് പറഞ്ഞത്, നിങ്ങളെ രോമത്തിന് കേടുവരില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് പറഞ്ഞു, പൗലോസേ, ഇവരെയൊക്കെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. നീ ഉള്ളത് കൊണ്ട് ഒരാളും നശിക്കില്ല. നീ കൈസറുടെ മുമ്പിൽ രാജാക്കന്മാരോട് പ്രസംഗിക്കാനുള്ള വലിയ ശുശ്രൂഷ കിടക്കുകയാണ്. നീ ഉള്ളത് കൊണ്ട് വേറെ എല്ലാവരും രക്ഷപ്പെടും. എല്ലാവരും നിന്റെ കയ്യിൽ. കപ്പൽ പുറപ്പെട്ടപ്പോൾ പൗലോസ് അവരുടെ കയ്യിലായിരുന്നു. എന്നാൽ കപ്പലിൽ ഒരു പ്രതികൂലം വന്നപ്പോൾ എല്ലാവരും പൗലോസിന്റെ കയ്യിലോട്ട് മാറി. പ്ലേറ്റ് തിരിയും. നിന്നെ ഒതുക്കാൻ നോക്കുന്നവരെല്ലാം നിന്റെ കയ്യിലോട്ട് ദൈവം തരും. അതാണ് ക്രിസ്തീയ വിജയം, ജീവിതത്തിൻ്റെ ഉയർച്ചകൾ. പരിശുദ്ധാത്മാവ് കൂടെയുള്ള ടൈമിങ്ങിൽ യാത്ര ചെയ്യുന്നവർ ഒരിക്കലും കർത്താവിൻ്റെ വഴിയിൽ, കർത്താവിൻ്റെ സമയത്ത് മുന്നോട്ട് പോകുന്നവർ, പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് ദൈവത്തിൻ്റെ സമയത്ത് സഞ്ചരിക്കുവാനുള്ള പ്രത്യേക കൃപ ഇത് കേൾക്കുന്നവർക്കുണ്ടാകട്ടെ. കർത്താവിനേക്കാൾ നേരത്തെയോ വൈകിയോ പോകാൻ ആർക്കും ഇടയാകും. എല്ലാവരും സമയത്ത് സഞ്ചരിക്കുന്നവർ ആകട്ടെ. ഇവർക്ക് വേണ്ട സമയനിയോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇവർക്കുണ്ടാകട്ടെ. എല്ലാം തക്ക സമയത്ത് ചെയ്യുന്ന കർത്താവിൻ്റെ കൈക്കീഴെ അത് സംഭവിക്കും വരെ ഇരിക്കാനുള്ള ദീർഘക്ഷമ ഞങ്ങൾക്ക് തരണം. കൃപ പകരണം. സൗഖ്യം, വിടുതൽ കൽപ്പിച്ചാകും. എല്ലാ കുടുംബങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകും. വലുത് സഫലമായ വാതിലുകൾ തുറക്കട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. വലിയ ദൈവപ്രവൃത്തികൾ തക്ക സമയത്ത് കാണും. ദൈവത്തിൻ്റെ സമയങ്ങളിൽ യാത്ര ചെയ്യുക. ആർക്കും നിന്റെ നേരെ നിൽക്കാൻ കഴിയില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഞായർ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് എല്ലാവരും കടന്നു വരിക. കർത്താവിൽ നിറയുക. 8 മണിക്കാണ് നമ്മുടെ സഭായോഗം. മീറ്റിങ്ങിന് ശേഷം പുതുതായിട്ട് വരുന്നവരെ കാണാനും പ്രാർത്ഥിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. കടന്നു വരിക. ഗോഡ് ബ്ലെസ് യു.